മീര അലീനയുടെ വീട്ടിലെത്തിയിട്ട് 2 ദിവസമായി. ആദ്യ ദിവസം എല്ലാവരോടും സംസാരിച്ചും നാട് കാണലും ഒക്കെയായി പോയി. പിറ്റേ ദിവസം തൊട്ട് രണ്ടാളും പഠിക്കാനിരുന്നു. ഇപ്പോൾ മീരയുടെ ടെൻഷനൊക്കെ മാറി ആളൊന്ന് ഫ്രീ ആയി. എടാ, അവളുമാരെ കണ്ടിട്ട് 2 ദിവസം ആയല്ലോ. ആ, ഞാനും ശ്രദ്ധിച്ചു. ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, നാട്ടിൽ പോയെന്നാ പറഞ്ഞേ. ഇനിയിപ്പോ എന്തായാലും സ്റ്റഡി ലീവ് ആണല്ലോ. ദേവാ, നീ ആ വരിയെ വിട്ടോടാ. യെസ്. ഞാൻ കോൾ വിളിച്ചിട്ട് വരാം. യു ഗൈസ് കണ്ടിന്യൂ. ഹലോ. യെസ്, ഗുഡ് ഈവനിങ് സഞ്ജയ്. എല്ലാം സെറ്റല്ലേ? മമ്മ ഇതൊരിക്കലും അറിയരുത്. ഓക്കെ ദെൻ, ഐ വിൽ കോണ്ടാക്ട് യു ലേറ്റർ. ദേവ, നീ എവിടെ പോവാ? എനിക്കൊരാളെ കാണാനുണ്ട്. കണ്ടിട്ട് ആനന്ദപുറമേയല്ല പോകുന്നതെന്ന് തോന്നുന്നു. നോ, ഈ 2 വർഷത്തേക്ക് നിന്നോട് ബിസിനസ് ചെയ്ത് മാറി നിൽക്കാൻ അമ്മ പറഞ്ഞല്ലേ. പിന്നെ ഇപ്പൊ ഇതെന്ത് പറ്റി? എനി ബിസിനസ് ഡ്രൈവർ? നോ, ഇറ്റ്സ് എ പേഴ്സണൽ ഡ്രൈവർ. ആരാണാവോ ആ ഹതഭാഗ്യം? ദേവാനന്ദ വർമ്മയുടെ പേഴ്സണൽ ഡ്രൈവറി വാങ്ങി വെച്ച മണ്ടൻ. വന്നിട്ട് പറയാം. ഇനി കാപ്പി കുടിച്ച ശേഷം മതി പഠിത്തമൊക്കെ. എന്നാ മോളെ മീരെ, ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? പാലക്കാട് നല്ല ചൂടായിരിക്കും അല്ലേ? അതെ അങ്കിളെ, ചൂടാ. ഇവിടെ അസുഖം. പിന്നെ ഇനിയുള്ള മാസം ഒന്നും അത്ര കുഴപ്പമില്ല, തണുപ്പല്ലേ. ഇവക്കിപ്പോ ഇവിടെ സെറ്റിൽ ആവാൻ ആഗ്രഹം. കൊച്ചിന്റെ അപ്പൻ എന്നാ പണിയാ? അച്ഛന് കൃഷി ആന്റി. പിന്നെ അടുത്ത ഒരു വീടും പറമ്പ് നോക്കി നടത്തുന്നുണ്ട്. ആഹാ, കൊള്ളാം. അപ്പോ കൃഷിക്കാരനാണല്ലേ? നല്ല കാര്യം. ഈ മണ്ണ് തൊട്ടുള്ള പണിക്ക് ഒരു പ്രത്യേക ഐശ്വര്യമുണ്ട്. ഇപ്പൊ ഇവിടെ നല്ല തണുപ്പാ. റബ്ബറും ടാപ്പിംഗ് ഒക്കെ ഉഷാറായി നടക്കുന്നുണ്ട്. റബ്ബർ ഇവിടുത്തെ മെയിൻ കൃഷിയാണല്ലേ അങ്കിളെ? ഞങ്ങളുടെ അവിടെ മൊത്തം പാടവാ. ഓ, പാലക്കാട് പാടം തന്നെയാണല്ലോ പ്രധാനം. ഇപ്പൊ കൊയ്ത്ത് കഴിഞ്ഞാ പിന്നെ അടുത്ത കൃഷിക്കുള്ള പണി തുടങ്ങുവോ? ആ, ഇപ്പൊ കൊയ്ത്ത് കഴിഞ്ഞാ പിന്നെ പച്ചക്കറിയൊക്കെ വെക്കും. ഇവിടെ പാടം കുറവാണല്ലേ അങ്കിളെ? പാടം ഇവിടെ കുറച്ചൊക്കെ ഉണ്ട് മോളെ, കുട്ടനാട് സൈഡിലൊക്കെ. പക്ഷെ ഈ മലം പ്രദേശത്തൊക്കെ റബ്ബർ തന്നെ ആയല്ലോ. പിന്നെ കുറച്ച് കപ്പയും വാഴയും ഒക്കെ വെക്കും. കൊച്ചേ, ആ കുമ്പളപ്പ് ഒരെണ്ണം കൂടി എടുത്തേ. വേണ്ട ആന്റി, ഞാൻ വയറ് നിറയെ കഴിച്ചു. അതൊക്കെ നമ്മുടെ തനി നാടൻ ഐറ്റംസാ മോളെ. ഈ ഓവൻ പലഹാരമൊന്നും ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. ഹന്ന മോളെ, നീ ആ പടുത്ത് നിർത്തി വന്നേ, വല്ലതും കഴിക്കുവാ. അമ്മേ, മീരച്ചേച്ചിയുടെ വീട്ടിലെ കുളമൊക്കെ ഉണ്ട്. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അന്നും കൂടെ പോകുന്നുണ്ട്. ഓഹോ, പരീക്ഷ പേപ്പർ വരട്ടെ, എന്നിട്ട് അതൊക്കെ തീരുമാനിക്കാം. അങ്ങനെ ടെൻഷനൊക്കെ മറന്ന് മീര അലീനയുടെ കൂടെ കൂടി. അലീന ഇങ്ങനെ വായാടി ആയതിന്റെ കാരണം മീരയ്ക്ക് ഇപ്പോൾ പിടികിട്ടി. ഒരു മടിയും കൂടാതെ കയറി മിണ്ടുന്ന മാത്യു ചേട്ടനെയും ലില്ലി ചേച്ചിയും ഹന്നയും ഒക്കെ മീരയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. നന്ദു, നീ വരുന്നില്ലല്ലോ അല്ലേ? ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. തലവേന ആയതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല. എനിക്ക് കുറച്ച് പേരെയൊക്കെ പരിചയപ്പെടുത്താനുണ്ടായിരുന്നു. പോട്ടെ, ഇനി നെക്സ്റ്റ് ടൈം. കൊച്ചിന് കുറവില്ലേ? എന്നാ ഞാനിവിടെ ഇരിക്കാം. കൊച്ചൊറ്റയ്ക്കല്ലേ? അയ്യോ വേണ്ട ആന്റി, കുറച്ചു നേരമല്ലേ ഉള്ളൂ. ഞാനിവിടെ ഇരുന്നോളാം. നന്ദു, എന്തു പറ്റി കുട്ടി? സുഖമില്ലേ? സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ചെറിയൊരു തലവേദന. ഇപ്പൊ ബാം പുരട്ടി. കുറവുണ്ടമ്മേ? കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാനിരുന്നാ മതി കേട്ടോ. ആ, അച്ഛൻ എവിടെ? അച്ഛൻ ടൗണിൽ പോയേക്കുവാ. കൈതക്കലിന്റെ വീടും പറമ്പുവേ വേറൊരു കൂട്ടര് വാങ്ങിച്ചു. അച്ഛനെ തന്നെയാ നോക്കാൻ ഏൽപ്പിച്ചേക്കുന്നേ. അതിന്റെ എന്തോ പേപ്പർ ശരിയാക്കാൻ പോയതാ. അവരത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തോ? അതെന്ത് പറ്റിയമ്മേ? പൊന്നും വിലയാ കൊടുത്തേന്ന് അച്ഛൻ പറഞ്ഞേ. അതാവും. താമസം വന്നതാണോ? അല്ല മോളെ, 1-2 വർഷം കഴിഞ്ഞിട്ട് റിസോർട്ടോ സ്റ്റേയോ അങ്ങനെ എന്തോ പണിയാനാന്നാ പറഞ്ഞേ. അച്ഛൻ വന്നെന്നാ തോന്നേ. അമ്മ രാത്രി വിളിക്കാവേ. ആ ശരി അമ്മേ.
നന്ദു, നിനക്ക് ഇവിടെ നിന്നൂടെ? ഷോ, എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വരാം. നമുക്ക് രണ്ട് വീട്ടിലും കുറച്ച് ദിവസം മാറി മാറി നിൽക്കാം. ശരിയപ്പോ ട്രെയിനിപ്പോ എടുക്കും. സീറ്റിൽ പോയിരുന്നു. മീരമോളെ എത്തിയിട്ട് വിളിക്കണേ. ഞാൻ ചോറും കറിയും വെച്ചിട്ടുണ്ട്. ട്രെയിനിലെ ചോറൊന്നും കഴിച്ച് വയറ് കേടാക്കണ്ട. അപ്പൊ പോട്ടെ, എക്സാം കഴിഞ്ഞിട്ട് വരാം. അനു, ബൈ. ചേച്ചിയെ വിടണ്ടായിരുന്നു. കോട്ടയത്തെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് മുതൽ ഓരോ നിമിഷവും ഒരു പുസ്തകത്തിലെ അധ്യായം പോലെ തെളിഞ്ഞു വന്നു. തിരക്കേറിയ ബോഗിയിൽ ജനലരികിലെ സീറ്റിൽ പുറത്തേക്കുള്ള കാഴ്ചകൾ കണ്ടിരുന്നു. മീരമോളെ എത്തിയോ? ആ അച്ഛാ, പാലക്കാട് എത്തി. ഇറങ്ങി നിൽക്കുവാ. വൈകില്ലല്ലോ, വേഗം വരാൻ നോക്ക്. അമ്മേ. ആ വന്നോ എന്റെ കുട്ടി? ആകെ ക്ഷീണിച്ചല്ലോ. ഫുഡൊന്നും കഴിക്കുന്നില്ലേ നീ? മീരമോളെ അച്ഛാ, ഒത്തിരി ക്ഷീണിച്ചല്ലോ കുട്ടി. അതിപ്പോ യാത്ര ചെയ്തതിന്റെ ക്ഷീണോ? അതൊന്ന് കുളിച്ചിറങ്ങിയാ മാറും. ഓ, തോന്നി. വീട്ടിൽ വന്നാ പിന്നെ ആദ്യം ഓടുന്ന കുളത്തിലേക്കാണല്ലോ. അല്ല, ഇതെന്താ, നിങ്ങൾ എവിടെയെങ്കിലും പോകുവാണോ? അത് പിന്നെ അച്ഛൻ ഇന്നലെ വീണ്ടും ഒരു നെഞ്ചുവേദന വന്നു. ഗ്യാസ് ആണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കുന്നില്ല. പിന്നെ ഞാൻ ആ രാജീവൻ ഡോക്ടറെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. 4-നും 5-നും ഇടയിലാ വരാനാ പറഞ്ഞേ. ഞങ്ങളൊന്ന് പോയി വരാം. ഒന്നുമില്ല നന്ദു, ഇന്നലെ കുറച്ച് കപ്പ കഴിച്ചതാ. നിന്റെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ഇനിയിപ്പോ ഒന്ന് പോയേക്കാം. അവൾ എനിക്കിനി മനസ്സമാധാനം തരൂല. എന്നാ ഞാനും വരാം. അതൊന്നും വേണ്ട, ഇപ്പൊ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഞങ്ങള് പോയി വരാം. അമ്മ ചായ വെച്ചിട്ടുണ്ട്, പിന്നെ പഴം പൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. എടുത്ത് കഴിച്ചു. ഇത്രയും സമാധാനം എവിടെ കിട്ടും? എന്നാൽ അവൾ അറിഞ്ഞില്ല, ആ സമാധാനം നശിപ്പിക്കാൻ അവളെയും കാത്തിരിക്കുന്ന ഒരാൾ തനിക്കടുത്തുള്ളതായി.